അപ്പോൾ ഇപ്പോൾ പുറത്തത്തെ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഗസ് ഉണ്ടാകും. പറഞ്ഞ മാതിരി തെച്ചേ നിങ്ങൾ ഗസ് ചെയ്ത മാതിരി തന്നെ നമ്മൾ ഇന്ന് ഒരു കുഞ്ഞ് പ്ലേ ടൈം, അതായത് റാണിയും ഹണിയും കൂടിയിട്ടുള്ള പ്ലേ ടൈം വീഡിയോസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. റാണിയുടെ പ്ലേ ടൈം വീഡിയോ ഞാൻ രണ്ടെണ്ണമാണ് തോന്നുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവർ രണ്ടുപേരും പ്ലേ ടൈമാണ്. അപ്പോൾ അതാ രണ്ടുപേരും റെഡിയായി ഇരിക്കുന്നുണ്ട് കൂട്ടിൽ. അയ്യോ, ഹണിയുടെ ചെവിടെ നോക്കി എന്തൊക്കെ കൂട്ടാലേ, വെരി നൈസ് ചോ, ഇത് വലിയ കൂട്ടുവായ. പിന്നെ നമുക്ക് ഇവരെ വാതിലൊക്കെ തുറന്ന് പുറത്തേക്കാക്കാം. തുറക്കൂ. യെസ്, ഓക്കേ. അപ്പം ഹണി എൻ്റെ അടുത്തേക്ക് വന്നത് എൻ്റെ പന്നി ഷോ ക്യൂട്ടി ക്യൂട്ടി ഷോ എവിടെ പോയി? പറഞ്ഞ പോൺ. ഇപ്പോൾ ഇവർ ഭയങ്കര സ്നിഫിങ് ആണ് കേട്ടോ. എല്ലായിടത്തും പോയി ഇങ്ങനെ മണപ്പിച്ച് ഓരോ പുല്ലിനും എന്തൊക്കെ മണങ്ങളാണെന്ന് ഒക്കെ നോക്കി നടക്കുന്ന പിള്ളേരാണ് അവർ. ലൈക്ക് എല്ലാം മണപ്പിച്ച് നോക്കും. കണ്ടില്ലേ അവൾ ആ പൂവിൻ്റെ ചെടീനെ കാട്ടിയത്? അവളുടെ തടസ്സം എന്തുണ്ടെങ്കിലും അവൾ അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. ഇതപ്പോൾ ഇവിടെ നിന്ന് ഒരു വടി കിട്ടിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവളെന്നെ എടുത്തിട്ടുണ്ടെന്നുള്ള വടി കേട്ടോ. അവളെന്നെ എടുത്തിട്ടുണ്ടെന്ന് ഇവളെ കണ്ടില്ലേ, സ്നിഫിങ്, പ്രിറ്റി മച്ച് സ്നിഫിങ് ഗേൾ. ഇവളാണെങ്കിൽ ആ വടിയെടുത്ത് കടിച്ച് തിന്നത്തൊന്നുമില്ല, ബട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിൽ വേണം, അതന്നെ. മറ്റോള് ഇതാ അപ്പോഴും ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വന്ന് മണപ്പിക്കും. ഇതന്നെ അവൾ. അപ്പോൾ ഇതാ ട്രീറ്റ്സ് എപ്പോഴും പിടിക്കണുണ്ടോ കേട്ടോ. ഇതാ ഇപ്പോൾ പിടിക്കുക. തന്നെ പക്ഷേ ക്യാമറയിൽ ഒന്നുകൂടിയും പഠിപ്പിക്കാം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിടിക്കാൻ. ഹണി നോക്കി കിടക്കണുണ്ടല്ലേ, അവൾക്ക് അറിയില്ല ചെയ്യാൻ. അപ്പോൾ അവൾ പിടിക്കും അടുത്ത ട്രീറ്റ്സ് കേട്ടോ. നോക്കിക്കണുണ്ടല്ലേ, അവൾക്ക് അത്ര ഇഷ്ടമാണ് പഠിക്കാൻ. പിടിച്ചു. അവൾ ഭയങ്കര പ്രോ എന്നല്ല, എന്നാലും അവൾ അത്യാവശ്യം പിടിക്കും ട്രീറ്റ്സൊക്കെ. സിറ്റ് പറഞ്ഞാൽ ഇരിക്കും. ഡൗൺ അവൾക്ക് അറിയത്തില്ല, ബട്ട് ഹണി ചെയ്യും ഡൗണ്. ഓഹ്, ഇത് കണ്ടില്ലേ, വാട്ട് എ മൊമെൻറ്റ്. സിറ്റ് പറഞ്ഞപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും സിറ്റ്. അയ്യോ,
ഭയങ്കര ക്യൂട്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റാണിക്ക് പിന്നെ ക്ഷമയുണ്ടാവില്ല ട്രീറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ. അയ്യോ പിടിച്ചില്ല, എങ്ങനെയെങ്കിലും അത് കിട്ടാൻ വേണ്ടിയിട്ട്. പാവം ഹണിമോള് കുറേ നേരമായി നോക്കിയിരിക്കുന്നു. അതിനും കൊടുക്കട്ടെ, പാവം അവൾക്ക് ക്യാച്ച് ചെയ്യാൻ അറിയില്ല. കയ്യിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വാങ്ങിക്കോളും. ഞാനിപ്പിക്കത്തൊന്നുമില്ല, ഇങ്ങനെ നോക്കുകയാണ് എന്നത്തെ സാധനം. അവൾ പിന്നെ എന്ത് നമ്മൾ കയ്യിൽ കൊടുത്താലും പെട്ടെന്ന് ഇങ്ങനെ ടേസ്റ്റില്ലാത്ത സാധനം കുത്തിയിട്ടൊരു നോക്കും, എന്താ സാധനം എന്നിട്ടാണ് നോക്കുക. റാണി പക്ഷേ അങ്ങനെയല്ല, റാണി ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ നോക്കും എന്തൊക്കെയാണിത്, ഇതെന്താ സാധനം എന്നൊക്കെ നോക്കി നിരീക്ഷിച്ചിട്ട് റാണിയൊക്കെ കഴിക്കണം. ഇതപ്പോൾ ഇവർക്ക് ഇങ്ങനെ ട്രിക്സ് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ റാണി പിടിക്കും. അവൾ ഭയങ്കര പ്രോ എന്നല്ല, ബട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടാണ്ട് പോകും കേട്ടോ. ബിക്കോസ് ഞാൻ എറിയുന്നതിൻ്റെയും കുഴപ്പമുണ്ടാവും. ചിലപ്പോൾ ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് എനിക്കറിയാൻ പറ്റില്ല. റാണിയുടെ ക്ഷമ കിട്ടിയിരിക്കുന്നുണ്ടില്ലേ? തന്നെ കിട്ടി. യെസ് യു ഡിഡ് ഇറ്റ് ഗുഡ് ഗേൾ. അപ്പോൾ അവൾ വളരെ നല്ല കുട്ടിയായിട്ടിരിക്കുന്നു, ട്രിക്സ് കിട്ടും. തന്നെ റാണി പിന്നാലെ ണ്ടോണ്ടാട്ടാ, അല്ലെങ്കിൽ അവൾ അവളുടെ പണി നോക്കി പോവും. സിറ്റ് പറഞ്ഞു അപ്പിരുന്നു, നല്ലത്. അവൾ ഹണീനെ ഹണിബീന്നും റാണീനെ റാണിബീന്നും ഒക്കെ എന്നെ വിളിക്കാം. ഹണീനെ പല പേരിൽ വിളിക്കും എല്ലാവരും. ഇങ്ങനെയാണ് കണ്ടില്ലേ, അവൾക്ക് ടീച്ചർ കൊടുക്കുമ്പോൾ അവൾ പതുക്കെ ഇങ്ങനെ കയ്യിൽ നിന്ന് വാങ്ങും. കുട്ടിക്കർ. യെസ് ഗുഡ് ഗേൾ റാണി ബി. റാണിയൊക്കെ വേഗം പറഞ്ഞ കുട്ടിക്കറുണ്ടോ. പിന്നെ ഹണീനെ കട്ടി തരാം ഞാൻ. കണ്ടില്ലേ, കുട്ടിക്കറെന്ന് പറഞ്ഞപ്പോഴേക്കും അവളവിടെ പോയിരിക്കും. അതാണ് അവളുടെ സ്വഭാവം. ഹണി പോയി കുട്ടിക്കറിയുടെ പോയി കൂട്ടിക്കറി അവിടെയാണ് നിൻ്റെ കൂടെ. പോയി കൂട്ടിക്കറി കയറാൻ പറഞ്ഞാൽ അവളുടെ ഉണ്ടായിട്ട് സ്വഭാവം. അവിടെ പോയി നിന്നിട്ട് അവിടെ ഇരിക്കും. ഉറപ്പാണ്. അതന്നെ, ഇത് സ്ഥിരമുള്ള പരിപാടികളുണ്ട്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഫ്രണ്ടിൽ രണ്ട് കാല് പിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ടുവരാമല്ലോ, അങ്ങനെ ചെയ്തോടെ. അങ്ങനെ ചെയ്യുമ്പോൾ അവൾക്ക് ഇവളിങ്ങനെ കുഴഞ്ഞു വിടണ മാതിരി അഭിനയിക്കും. ഭയങ്കര അഭിനേത്രിയാ, ഭയങ്കര ഉടായിപ്പാ. എൻ്റെ റാണിമോള് ഇന്ന് നല്ല കുട്ടിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അവള് ഇറങ്ങില്ല കേട്ടാ, കണ്ടില്ല. മറ്റോള് അവിടെ മാവിൻ്റെ കടയിലൊക്കെ പോയി അവിടെ ഇരിക്കും, വേണമെങ്കിൽ പൊളിച്ചിട്ട് ഇങ്ങനെ നോക്കും നമ്മളെ. വെറുതെ നിൽക്കുക അവിടെ, ഒരു പണിയില്ല, വെറുതെ മണപ്പിച്ചവിടെ. എവിടെ പണിയില്ലല്ലോ, അതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ടില്ലേ, ഇതാണ് അവളുടെ സ്വഭാവം. പക്ഷെ അവസാനം വൃത്തികേടില്ലാണ്ടാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് ആൾക്ക്. പോയി കുട്ടിക്കാരി നിന്റെ കളിച്ചത്, പോയി കുട്ടിക്കാരി ഇങ്ങനെ ഓരോ ശബ്ദം ഉണ്ടാക്കി അടി കൊടുക്കാറില്ല. ഞാൻ തീരെ അടി കൊടുക്കാറില്ല. നമ്മൾ പിന്നെ സഹിക്കിടുമ്പോൾ അടി കൊടുക്കും. പിന്നെ നല്ല കുട്ടിയായിട്ട് കുട്ടിക്കാരി പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്